സോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് റൈഡൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഗിയേഴ്സ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. സോ ഇതാണ് എൻ്റെ ജാക്കറ്റ്. എൻ്റെ ജാക്കറ്റും റൈഡിങ് പാൻറ്റും രണ്ടും ഡി എസ് ജിയുടെ ബ്രാൻഡാണ്. സോ ഇതിനകത്ത് ഇത് ചെയ്തുണ്ടോ, ജസ്റ്റ് ആർമർ, ബാക്കിൽ ലെവൽ 2 പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇവിടെയുണ്ട് ലെവൽ 2 പ്രൊട്ടക്ഷൻ, പിന്നെ ഇവിടെ സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും എൽബോ ഇവിടെ ഒരു ലെവൽ 2 പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഷോൾഡറും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനകത്തും ഉണ്ട് കേട്ടോ, കാണിക്കണ്ടേ, ഇത് കണ്ടോ, ഇതിനകത്തും കയറി. ഇത് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് കട്ടിയുള്ളൊരു റബ്ബർ പോലത്തെ സാധനമാണ്. പിന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടർ. പിന്നെ തിരിച്ച് നോക്കിയാൽ ഇത് ഇവിടെ കണ്ടു, ബമ്പ് ഉണ്ട് ഇതിന്, കണ്ടോ. ഇത് റിമൂവബിളാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ബോൺ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നുമല്ല. ഇത് നമ്മുടെ ഹെൽമെറ്റും ബാക്കും തമ്മിലൊരു ഗ്യാപ്പ് വരത്തില്ലേ, ആ ഗ്യാപ്പ് കവർ ചെയ്യാനായിട്ട് ആ ബമ്പ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ വില വന്ന് ഇത് 12,000 ആണ് ഈ ജാക്കറ്റിൻ്റെ വില. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇത് കിട്ടും, ഒരു തെർമൽ. ഇത് തണുപ്പ് കാലത്തൊക്കെ അകത്തിടാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, തണുക്കാതിരിക്കാനായിട്ട്. ഇതിട്ടിട്ട് ഇതിൻ്റെ പുറത്ത് ജാക്കറ്റ് ഇടാം. കമ്മിങ് ടു ദിസ് റൈഡിങ് പാൻറ്, ഇതും സെയിം പ്രൈസാണ്. ഇത് നീ പ്രൊട്ടക്ഷൻ, ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ലൈഡർ വരുന്നുണ്ട്. ഇത് കണ്ട് റിമൂവബിളാണ്. നമ്മൾ ഈ മോട്ടോർ ജിപ്പിക്കകത്ത് കണ്ടിട്ടില്ലേ ഇങ്ങനെ മുട്ടറിച്ച് പോകുന്നത്, നമ്മളങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് നീറ്റാണ്, കണ്ട, അതുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിന്, ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, ഇത് അതിനകത്ത് കണ്ട പോലെ തന്നെ ലെവൽ 2 പ്രൊട്ടക്ഷൻ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. നമ്മുടെ ഈ ഹിപ്പിൻ്റെ താഴെയായിട്ട് കണ്ടോ, ഈ സൈഡിലായിട്ട് വരും അത്. സോ ഇതാ ഈ ഒരു ബ്രാൻഡിനകത്ത് മാത്രമേ നമുക്ക് ഈ പെൻസിൽ കട്ട് കിട്ടുകയുള്ളൂ. ഇത് കണ്ടോ, അത് തന്നെ കംപ്ലീറ്റ് നമുക്ക് ബൂട്ടിനകത്ത് പോകും. സിപ്പിട്ട് കഴിഞ്ഞാൽ ചില ബ്രാൻഡിലൊക്കെ ഇങ്ങനെ ഫുള്ള് പാരലൽ പോലത്തെ പാൻസാണ് കിട്ടുന്നത്. അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പിന്നെ കമ്മിങ് ടു മൈ ബൂട്ട്, ഞാൻ യൂസ് ചെയ്യുന്ന TCXൻ്റെ ബൂട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദിൽ അവൈലബിൾ അല്ല. ഈ എൻ്റെ സൂപ്പർ ബൈക്സിന് യൂസ് ചെയ്യുന്ന ബൂട്ട്സ് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനെന്നെ പെട്ടെന്ന് പോയി വാങ്ങിച്ച ഒരു ബൂട്ടായത്. ഇത് നല്ല സേഫ്റ്റി വൈസ് നല്ലതാണ്, പക്ഷേ ഇത് ഓഫ് റോഡിങ്ങിൻ്റെ ബൂട്ടാണ്. എൻ്റെ വണ്ടിക്കകത്തത് സെറ്റ് ആവത്തില്ല. ഇതുണ്ട്, ഇത് നീഡ് അവിടെ ഒരു പ്രൊട്ടക്ഷൻ. അതൊക്കെ ഭയങ്കര സോളിഡ് സാധനമാണ് കേട്ടോ, അതൊക്കെ ഭയങ്കര കട്ടിയാണ് ഇതിനൊക്കെ. TCX ബ്രാൻഡ്. ഇത് വന്നിട്ട് 28,000 ആണ് ഈ ബൂട്ടിൻ്റെ വില. പിന്നെ ഇത് ചെറിയൊരു തൈ ബാഗാണ്, ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത. ഈ ചെറിയ സാധനങ്ങളൊക്കെ, ഗിംബൽ, എൻ്റെ പവർ ബാങ്ക്, അതൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് തൈ ബാഗ്. കുഴപ്പമില്ല, അത് കംഫർട്ടബിളാണ്. പിന്നെ കമ്മിങ് ടു മൈ ഹെൽമെറ്റ്സ്, ഇതാണ് ഞാൻ റെഗുലർ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്, LS2ൻ്റെ. ഇത് ഫുൾ കാർബൺ ഫൈബറാണ്. ഇത് വെയിറ്റ് ഒട്ടും കാണില്ല ഇതിന്. ഇതിൻ്റെ വില ഞാൻ വാങ്ങിച്ചത് 38,000 ആണ്, കണ്ടോ. പിന്നെ ഇതാണ് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത് ബ്ലൂ ആർമറിൻ്റെ ഇത് ഇൻ്റർകോം. സോ ഇതിന് നല്ല ബാറ്ററി ലൈഫ്, ഒരു 3-4 റൈഡ്സ് വരെ ഞാൻ ഇത് ചാർജ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യും. ഇവിടെ തന്നെ എല്ലാ കൺട്രോൾസും ഉണ്ട്. നമുക്ക് ഫോൺ എടുക്കാനും ഫോൺ വിളിക്കാനും പാട്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അവിടെ തന്നെ നമുക്കെല്ലാം സെറ്റപ്പും ചെയ്യും. ഇതിനകത്ത് കണ്ടോ, ഇവിടാണ് സ്പീക്കേഴ്സ് കൊടുത്തേക്കുന്നത്, കണ്ടോ. ഇതാണ് സ്പീക്കേഴ്സ്, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലും. പിന്നെ അതിൻ്റെ മൈക്ക് വന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് കൊടുക്കും. ഇത് എൻ്റെ മൈക്കാണ് ഗൈസ്. ഇത് ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മൈക്കാണ്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആ മൈക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, ആ ഡെഡ് ക്യാറ്റായി കാണുന്നത്, അതിനകത്ത് ആ മൈക്ക് ഇരിക്കുന്നത്. ഇത് അതിൻ്റെ വയർ. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ, Insta360. സോ ഇതിൻ്റെ അഡാപ്റ്റർ അതേ കാണുന്നത്, ഇത്. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ X3 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് മോട്ടോർ ബൈക്ക് കിറ്റാണ് വാങ്ങിച്ചത്, മോട്ടോർ സൈക്കിൾ കിറ്റ്. സോ ഇത് വന്ന് 48,000 ആണെന്ന് തോന്നുന്നു. ഇത് വന്ന്
എനിക്ക് മൊത്തം കിറ്റ് കിട്ടിയത്. ഇതിൻ്റെ കൂടെ കുറേ മൗണ്ട്സ് ഒക്കെ കാണും. സോ ഈ ഇൻ്റർകോമിൻ്റെ വില ഇത് 11,000 ആണ് ഈ ഇൻ്റർകോം. സോ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ഗൈസ്. ബ്ലൂ ആർമറിൻ്റെ C30 എന്ന് പറയും. ഇത് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് C50, പക്ഷെ അത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. C30 ബെസ്റ്റ് ആണ് ഈ പ്രൈസിന്. ഈ പ്രൈസ് ലോവസ്റ്റ് പ്രൈസാണ്. വേറെ കുറേ ബ്രാൻഡുണ്ട്, നല്ല വിലയുള്ള ബ്രാൻഡുണ്ട്. സോ അതൊന്നും ഇതിനകത്ത് കണക്ട് ആകില്ല. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിനകത്ത് കുറേ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചു. സോ ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചൊരു മൈക്കാണ്. ആമസോണിൽ ഓഫർ ഉണ്ടായപ്പോൾ വാങ്ങിച്ച മൈക്കാണ്. കുഴപ്പമില്ല. ഇതാണ് ഞാനിപ്പം സംസാരിക്കാൻ യൂസ് ചെയ്യുന്നത്. നോർമലായിട്ട് ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിട്ടാണ് സംസാരിക്കുന്നത്. 2 മൈക്ക് കിട്ടും, ഒരു കണക്ടറുണ്ട്. കുഴപ്പമില്ല. ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. ഓഡിയോ ഓൾസോ ഇസ് ഫൈൻ. സോ ഇതും LS2 തന്നെ ഒരു ഹെൽമെറ്റാണ്. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 10,000 ആണ് ഹെൽമെറ്റ്. ഇത് കുറച്ച് വെയിറ്റാണ് ഈ ഹെൽമെറ്റ്. ഇത് കാർബൺ ഫൈബർ അല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് വെയിറ്റ്. അപ്പം ഞാൻ റൈഡൊക്കെ ചെയ്യുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ എനിക്ക് നെക്ക് പെയിൻ ഒക്കെ എടുക്കുമായിരുന്നു. കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടാണ് പിന്നെ കാർബൺ ഫൈബർ എടുത്തത്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ കുറേ ലോങ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൗസ്. ഇത് റെബിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇവിടെയൊക്കെ പ്രൊട്ടക്ഷനുണ്ട്, നക്കിൾ പ്രൊട്ടക്ഷനുണ്ട്. സോ ഇത് വന്ന് 7,000 റുപ്പീസിന് വാങ്ങിച്ചതാണ്. സോ ഞാൻ കുറേ ഗ്ലൗസ് ട്രൈ ചെയ്തു. ഫുൾ ഗ്ലൗസ്. ഇത് ഹാഫല്ല, ഇത് റിസ്റ്റ് വരെയുണ്ട് കവറ്. കുറച്ചുകൂടെ നീളമുണ്ട്. ഈ പാർട്ടിൽ കുറച്ചുകൂടെ നീളമുള്ള ഗ്ലൗസ് എനിക്കിഷ്ടം. പക്ഷേ അതൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തു. പക്ഷേ അത് എനിക്കൊരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. സോ ഫൈനലി ഇതിട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ഫീൽ ആയത്. സോ ഇത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്, സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുക്കാനായിട്ട് ഞാൻ ചിലപ്പം ഗിംബൽ യൂസ് ചെയ്യാറുണ്ട്. സോ DJI Osmoയുടെ ഗിംബലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ വില 12,000 ആണെന്ന് തോന്നുന്നു. അതെ, ഇതിൻ്റെ വില 12,000 കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ബൈ ചെയ്തതാണ്. സോ ഇത് നല്ല സാധനം കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഫോണിൽ മൗണ്ട് ചെയ്യാനായിട്ട് മൗണ്ട് വരുന്നുണ്ട്. ഇതാണ് ഗിംബൽ. ദിസ് ഈസ് ഈസി ടു യൂസ്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്റ്റൻഡർ ആയിട്ടുള്ളൊരു ട്രൈപോഡും കിട്ടും. ഇത് ഇങ്ങനെ വെക്കാം, ഓപ്പൺ ചെയ്തിട്ട് ടച്ച് ചെയ്ത് വെക്കാം. സോ ഇതിനകത്ത് കുറേ വീഡിയോ എടുക്കാനുള്ള ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ആപ്പുണ്ട്. ആപ്പിനകത്ത് തന്നെ നമുക്ക് ഇത് ചെയ്തു തരും, ഗൈഡ് ചെയ്യും അവർ. സോ അത് കൊള്ളാം, നല്ലതാണ് സാധനം. നമ്മൾ ഈ സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ഉപയോഗപ്പെടും. സോ അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തിട്ടെന്നേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന ഇതൊക്കെ ബേസിക് ആണ് ഗൈസ്. ഓക്കെ, ഈ ഇങ്ങനെയുള്ള വലിയ ബൈക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റൈഡിങ് ഗിയർ തന്നെ യൂസ് ചെയ്യുക. നോർമൽ ബൈക്ക് ഉപയോഗിക്കുമ്പോൾ പോലും അറ്റ്ലീസ്റ്റ് ലെവൽ 1 പ്രൊട്ടക്ഷനുള്ള ഗിയേഴ്സെങ്കിലും യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്കറിയില്ലല്ലോ എപ്പോഴാണ് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എപ്പോഴും സേഫ്റ്റിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ജാക്കറ്റും പാൻസും ഒക്കെ ഇതൊക്കെ ബേസിക് എന്ന് പറയാം. ലെവൽ 2 പ്രൊട്ടക്ഷൻ ബേസിക് എന്ന് പറയാം. വേറെ കുറേ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. മോട്ടോ ജീപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഫുൾ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങൾ വരെ ഉള്ളതാണ്. സോ ഇത് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്ന സാധനങ്ങളാണിത്. അപ്പോൾ നിങ്ങൾ ഗിയർ എല്ലാം യൂസ് ചെയ്യുക ഓൾവേസ്. സോ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.